ഇൻപുട്ട് ഡിവൈസ് ആയിട്ടുള്ള കീബോർഡിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. കീബോർഡ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ് ദാറ്റ് കണ്ടെയ്ൻസ് കീസ് കണ്ടെയ്ൻ ചെയ്യുന്നത്, അതായത് ഒരു ടൈപ്പ് റൈറ്റർ മോഡലിലുള്ള ഒരു ഡിവൈസാണ് കീബോർഡ് എന്ന് പറയുന്നത്. യൂസേഴ്സ് പ്രസ് ടു എൻറ്റർ ദ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഇൻ ടു എ കമ്പ്യൂട്ടർ. ഒരു ഇൻപുട്ട് ഡിവൈസ് ആണല്ലോ, അതുകൊണ്ട് ഡേറ്റയും ഇൻസ്ട്രക്ഷൻസും കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാനായി എന്ത് ചെയ്യുന്നു, ഈ കീബോർഡിനെ പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കീബോർഡ് എന്ന് പറയുന്നത് ടൈപ്പിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇറ്റ് ഈസ് പ്രൈമറി ഇൻപുട്ട് ഡിവൈസ്. ഇറ്റ് ഈസ് എ പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത്, കീബോർഡ് എന്ന് പറയുന്നത്. അത് വ്യക്തമായി പഠിക്കൂ. ദ പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് എന്താണ്, കീബോർഡാണ്. എന്നാൽ ദ പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം മോണിറ്ററാണ്. അപ്പോൾ രണ്ടും വ്യക്തമായിട്ട് പഠിക്കണം. ദ പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം കീബോർഡും, എന്നാൽ ദ പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം മോണിറ്ററുമാണ്. അപ്പോൾ രണ്ട് കാര്യമാണ് ഇവിടെ നിന്ന് പഠിച്ചത്. ആരാണ് കീബോർഡ് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? ആരാണ്? കീബോർഡ് ഡെവലപ്പ് ചെയ്ത ക്രിസ്റ്റഫർ ഷോൾസ് ആണ്. ആരാണ്? ക്രിസ്റ്റഫർ ലഡാം ഷോൾസ് ആണ് കീബോർഡ് കണ്ടുപിടിച്ചത്. ഇത് പെട്ടെന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രാക്ഷസൻ ഫിലിമിൽ പുള്ളിക്കാരൻ കീബോർഡാണല്ലോ വായിക്കുന്നത്, അപ്പോൾ അതിൽ ക്രിസ്റ്റഫർ എന്നാണല്ലോ പേര്. അത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്ന് ഓർത്ത് വെച്ചിട്ട് നമ്മൾ മറന്നു പോകത്തില്ല. ക്രിസ്റ്റഫർ ലഡാം ഷോൾസ് ആണ് കീബോർഡ് കണ്ടുപിടിച്ചത്. കീബോർഡിൽ 104 കീസാണ് ഉള്ളത്. എത്രയാണ്? 104 കീസാണ് കീബോർഡിലുള്ളത്. ഇതുകൂടാതെ 12 ഫങ്ഷണൽ കീസ് ഉണ്ട്. ഫങ്ഷണൽ കീസ് F1 തൊട്ട് F12 വരെ ഫങ്ഷണൽ കീസ് ഉണ്ട്. ഇതാ നമുക്കിവിടെ ഈ ഒരു കീബോർഡിൻ്റെ പിക്ചറിൽ കാണാൻ പറ്റും ഫങ്ഷൻ കീസ് എന്ന് പറഞ്ഞിട്ട്. F1 തൊട്ടിട്ട് F12 വരെ ഫങ്ഷൻ കീസ് ഉണ്ട്. ഇത് കൂടാതെ നമ്പർ കീസ് ഉണ്ട്, ടൈപ്പിംഗ് കീസ് ഉണ്ട്, നാവിഗേഷൻ കീസ്, അതുപോലെ തന്നെ ന്യൂമറിക് കീപാഡ്, ഇതെല്ലാം കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് കീബോർഡിൽ. പിന്നെ ഉള്ളത് എസ്കേപ്പ് കീ ആണ്. എസ്കേപ്പ് കീ എന്ന് പറയുമ്പോഴത്തേക്കും ദ കീ പ്ലേസ്ഡ് അറ്റ് ദ ടോപ്പ് ലെഫ്റ്റ് കോർണർ ഓഫ് ദ കീബോർഡ്. അതായത് ഈ ഒരു കീബോർഡ് എടുത്താൽ തന്നെ നമുക്ക് കാണാൻ പറ്റുമല്ലേ, അതെ, ടോപ്പ് ലെഫ്റ്റ് കോർണറിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള കീ ആണ് എസ്കേപ്പ് കീ എന്ന് പറയുന്നത്. ESC എന്ന് പറഞ്ഞിട്ട് ഒരു കീ നമുക്ക് കാണാൻ പറ്റും, അതാണ് എസ്കേപ്പ് കീ. ASCII ആസ്കി എന്താണ്? ASCII എന്ന് പറയുന്നത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച്. ഇമ്പോർട്ടൻ്റ് ആണ്, കാണാതെ തന്നെ പഠിച്ചു വയ്ക്കുക. ASCII ആസ്കി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച് എന്നാണ്. കമ്പ്യൂട്ടറിനെ സഹായിക്കുന്ന ഒരു ഒരു സ്റ്റാൻഡേർഡാണ് ആസ്കി എന്ന് പറയുന്നത്. ബിറ്റിൻ്റെ ഫോമിലേക്ക് മാറ്റുന്നു, അതാണ് ഈ ആസ്കി ചെയ്യുന്നത്. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ബിറ്റിൻ്റെ ഫോമിലേക്ക് മാറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ആസ്കി ചെയ്യുന്നത്. അപ്പോൾ ബിറ്റ് എന്ന് പറയുന്നത് ബൈനറി ഡിജിറ്റ് ആണ്, 1 and 0 ആണ്. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത്. ബിറ്റ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റിനെയാണ് ബിറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ശേഷി സൂചിപ്പിക്കുന്ന അളവ്, പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അളവ് എന്നൊക്കെയാണ് ബിറ്റിനെ പറയുന്നത്. ഒന്നുകൂടി പറയാം. ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ്, അല്ലെങ്കിൽ ശേഷി സൂചിപ്പിക്കുന്ന അളവ്, അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അളവ് എന്നൊക്കെയാണ് ബിറ്റിനെ പറയുന്നത്. ബിറ്റ് എന്ന് വെച്ചാൽ ബൈനറി ഡിജിറ്റ് ആണ്, 1ഉം 0ഉം ആണ്. അതിൽ 1 എന്ന് പറയുമ്പോൾ അത് ഡിനോട്ട് ചെയ്യുന്ന അതെ അല്ലെങ്കിൽ ശരി എന്നൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. 0 എന്ന് പറയുമ്പോഴത്തേക്ക് അല്ല, തെറ്റ് എന്നൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഒന്നുകൂടി പറയാം, ആസ്കി എന്ന് പഠിക്കുക. ASCII അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച്, അതായത് ഡേറ്റയെ കറസ്പോണ്ടിങ് ബിറ്റാക്കി മാറ്റുകയാണ് ആസ്കി ചെയ്യുന്നത്. ഇതൊരു സ്റ്റാൻഡേർഡാണ്. അപ്പോൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഡേറ്റയെ കറസ്പോണ്ടിങ് ബിറ്റാക്കി മാറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആസ്കി ആണ് എന്നാണ് പറയേണ്ടത്. ഇത് കൂടാതെ കീബോർഡിൽ ആൽഫ ന്യൂമറിക് കീസ് ഉണ്ട്, അതായത് A to Z വരെയുള്ള ലെറ്ററുകളും അതുകൂടാതെ 0 to 9 വരെയുള്ള നമ്പേഴ്സും ഉണ്ട്. ഇവിടെ നമുക്ക് കാണാമല്ലേ, A to Z വരെയുള്ള ലെറ്റേഴ്സ് ഉണ്ട്, അതാണ് ആൽഫ എന്ന് പറയുന്നത്. ആൻഡ് നമ്പേഴ്സ് ഉണ്ട്, 0 to 9 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. പിന്നെ ഉള്ളത് പങ്ക്ച്വേഷൻ കീസ് ഉണ്ട്, അതായത് ഈ കോമ, സെമി കോളൻ അതുപോലുള്ള പങ്ക്ച്വേഷൻ കീസ് ഉണ്ട്.
പിന്നെ നാവിഗേഷൻ കീസ് ഉണ്ട്, അതായത് ഇങ്ങനെ കഴ്സർ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരോ കീസും ഹോം, പേജ് അപ്പ് അല്ലെങ്കിൽ പേജ് ഡൗൺ, എൻഡ് തുടങ്ങിയിട്ടുള്ള നാവിഗേഷൻ കീസ് ഉണ്ട്. പിന്നെ ഉള്ളത് മോഡിഫയർ കീസ് ആണ്, അതായത് മറ്റുള്ള കീസിൻ്റെ എഫക്റ്റിനെ മോഡിഫൈ ചെയ്യുന്ന കീസാണ്. കീസ് ദാറ്റ് മോഡിഫൈ ദ എഫക്റ്റ് ഓഫ് അതർ കീസ്. ഷിഫ്റ്റ് കീ അല്ലെങ്കിൽ കൺട്രോൾ കീ, ഓൾട്ട്, ഈ കീസൊക്കെയാണ് മോഡിഫയർ കീസ് എന്ന് പറയുന്നത്. പിന്നെ ടോഗിൾ കീസ് ഉണ്ട്, അത് ക്യാപ്സ് ലോക്ക്, നം ലോക്ക്, സ്ക്രോൾ ലോക്ക്, ഇതൊക്കെയാണ് ടോഗിൾ കീസ് എന്ന് പറയുന്നത്. പിന്നെ ഫോമാറ്റിംഗ് കീസ് ഉണ്ട്, അതായത് ടെക്സ്റ്റ് ഫോമാറ്റിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കീസാണ് ഫോമാറ്റിംഗ് കീസ്. സ്പേസ് ബാർ അല്ലെങ്കിൽ എൻറ്റർ കീ, റിട്ടേൺ, ടാബ്, ഇതൊക്കെയാണ് ഫോമാറ്റിംഗ് കീസിൽ വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ ഫങ്ഷൻ കീസ് F1 തൊട്ട് F12 വരെയുള്ള ഫങ്ഷൻ കീസും കീബോർഡിലുണ്ട്. അപ്പം ഏറ്റവും വലിയ കീ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ പറയുന്നുണ്ട് സ്പേസ് ബാർ ആണ്. ലാർജസ്റ്റ് കീ എന്ന് പറയുന്നത് സ്പേസ് ബാർ ആണ്. അതുകൂടി നോക്കി വയ്ക്കാം. ലാർജസ്റ്റ് കീ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പേസ് ബാർ ആണ്. പിന്നെ എന്താണ്? ആൽഫ ന്യൂമറിക് കീ നമുക്കറിയാം, A to Z വരെയും 0 to 9 വരെയുള്ള നമ്പേഴ്സാണ്. പങ്ക്ച്വേഷൻ കീസ് എന്ന് പറഞ്ഞാൽ കോമ, സെമി കോളൻ പോലെയുള്ള പങ്ക്ച്വേഷൻസ്. നാവിഗേഷൻ കീസ് എന്ന് പറഞ്ഞാൽ പേജ് അപ്പ് അല്ലെങ്കിൽ പേജ് ഡൗൺ, ആരോ കീസ് ഒക്കെയാണ്. മോഡിഫയർ കീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഷിഫ്റ്റ് കീസ് അല്ലെങ്കിൽ കൺട്രോൾ കീ, ഓൾട്ട് കീ ഒക്കെയാണ്. ടോഗിൾ കീസിലാണ് ലോക്ക് വരുന്നത്, അതായത് ക്യാപ്സ് ലോക്ക്, നംസ് ലോക്ക്, അതുപോലെ തന്നെ സ്ക്രോൾ ലോക്ക് ഒക്കെ ടോഗിൾ കീസിലാണ് വരുന്നത്. ഫോർമാറ്റിംഗ് കീസ് എന്ന് പറയുമ്പോൾ ടെക്സ്റ്റിനെ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഈ സ്പേസ് ബാർ, ടാബ്, റിട്ടേൺ, എൻറ്റർ കീ, ഇതൊക്കെയാണ് ഫോർമാറ്റിംഗ് കീസിൽ വരുന്നത്. ഫങ്ഷൻ കീസിൽ F1 to F12 വരെയുള്ള കീസാണ് വരുന്നത്. ഇത്രയാണ് നമുക്ക് കീബോർഡിൽ പഠിക്കാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മൗസാണ്. മൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പോയിൻറ്റിംഗ് ഡിവൈസ് ആണ് അല്ലേ? മൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിൻറ്റിംഗ് ഡിവൈസ് ആണ്. ഇൻവെൻറ്റഡ് ബൈ ഡഗ്ലസ് എംഗൽബർട്ട്. മൗസിനെ ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത് ആരാണ്? ഡഗ്ലസ് എംഗൽബർട്ട് ആണ് മൗസിനെ ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്. മൗസിനെ കൊണ്ടുവന്നിട്ടുള്ള കമ്പനി ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, മൗസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കമ്പനി ഏതാണെന്ന് വെച്ചാൽ സെറോക്സ് പാർക്ക് ആണ്. എന്താണ്? സെറോക്സ് പാർക്ക് ആണ്. അപ്പോൾ മൗസ് ഇൻവെൻറ്റ് ചെയ്തത് ഡഗ്ലസ് എംഗൽബർട്ട് ആണ്. ഡെവലപ്പ് ചെയ്ത കമ്പനി ചോദിച്ചാൽ സെറോക്സ് പാർക്ക് ആണ്. മൗസിൻ്റെ സ്പീഡ് അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് മിക്കിയാണ്. മിക്കി മൗസിനെയൊക്കെ ഓർത്ത് വെച്ചിരുന്നാൽ അത് നമുക്ക് പെട്ടെന്ന് കിട്ടും. പിന്നെ മൗസിലെ 2 ബട്ടണുകളാണുള്ളത്, ലെഫ്റ്റ് ബട്ടൺ ആൻഡ് റൈറ്റ് ബട്ടൺ. ലെഫ്റ്റ് ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐക്കൺസ് ഒക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെഫ്റ്റ് ബട്ടൺ യൂസ് ചെയ്യുന്നത്. റൈറ്റ് ബട്ടൺ എന്ന് പറയുമ്പോഴത്തേക്കും ടു ഓപ്പൺ എ ഫോൾഡർ, ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യാൻ, അല്ലെന്നുണ്ടെങ്കിൽ സൈസ് കാണാനും ഒക്കെ റൈറ്റ് ബട്ടൺ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഷോർട്ട് കട്ട് കമാൻഡുകൾ പ്രത്യക്ഷപ്പെടാനും ഈ റൈറ്റ് ബട്ടൺ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൗസ് എന്താണ്? ഒരു പോയിൻറ്റിംഗ് ഡിവൈസ് ആണ്. ഇതിൻ്റെ ഇൻവെൻറ്റർ എന്ന് പറയുന്നത് ഡഗ്ലസ് എംഗൽബർട്ട് ആണ്. മൗസിൻ്റെ സ്പീഡ് അളക്കുന്ന, വേഗത അളക്കുന്ന യൂണിറ്റ് മിക്കീസ് ആണ്. മിക്കീസ് പെർ സെക്കൻഡ് എന്ന് പറയാം, മിക്കി എന്ന് പറയാം. മൗസിന് 2 ബട്ടൺ ആണുള്ളത്, ലെഫ്റ്റ് ബട്ടണും റൈറ്റ് ബട്ടണും. ലെഫ്റ്റ് ബട്ടൺ എന്ന് പറയുമ്പോൾ സെലക്ടിങ് ഐക്കൺസ്. റൈറ്റ് ബട്ടൺ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഫോർ ഓപ്പണിങ് എ ഫോൾഡർ, ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യാനാണ്, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് കമാൻഡുകളൊക്കെ പ്രത്യക്ഷപ്പെടാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി പറയുന്നത് ഒരു കേഴ്സറും ഐക്കണും തമ്മിൽ ഉള്ള വ്യത്യാസമാണ്. അതായത് കേഴ്സർ എന്ന് പറയുന്നത് ഒരു ബ്ലിങ്കിങ് സിമ്പലാണ്. അപ്പം മൗസ് നമ്മളിങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് സ്ക്രീനിൽ ഒരു ആരോ പോലെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. അതാണ് കേഴ്സർ എന്ന് പറയുന്നത്. ദ ബ്ലിങ്കിങ് സിമ്പിൾ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ നെക്സ്റ്റ് പൊസിഷൻ ഓഫ് ദ ക്യാരക്ടർ എന്ന് ചോദിച്ചാൽ അത് കേഴ്സർ ആണ്. എന്താണ് ഐക്കൺ? ഐക്കൺ എന്ന് പറഞ്ഞാൽ സ്മോൾ ഫിഗർ വിച്ച് ഡെപ്പിക്ട്സ് സം ആപ്ലിക്കേഷൻസ് ഓൺ ദ സ്ക്രീൻ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐക്കൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഓരോ ഒരു പിക്ചർ പോലെ, ഒരു ഫിഗർ പോലെ കാണുന്ന, ഒരു ചെറിയ ചെറിയ ഫിഗർ പോലെ കാണുന്നവയെല്ലാം തന്നെ എന്താണ്? ഓരോ ആപ്ലിക്കേഷനും നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി അവിടെയാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് ഐക്കൺ എന്ന് പറയുന്നത്. നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ഓരോ ഫിഗറും ഓരോ ഐക്കണാണ്. അപ്പോൾ ഐക്കണും കേഴ്സറും എന്താണെന്ന് പഠിക്കുക. ഐക്കൺ എന്ന് പറഞ്ഞാൽ സ്മോൾ ഫിഗർ വിച്ച് ഡെപ്പിക്ട്സ് സം ആപ്ലിക്കേഷൻസ് ഓൺ ദ സ്ക്രീൻ.
അതാണ് സ്മോൾ ഫിഗർ വിച്ച് ഡെപ്പിക്സ് സം ആപ്ലിക്കേഷൻസ് ഓൺ ദ സ്ക്രീൻ ഈസ് കാൾഡ് ഐക്കൺ. കഴ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലിങ്കിങ് സിമ്പിളാണ്. ബ്ലിങ്കിങ് എന്നൊരു വാക്ക് കാണുകയാണെങ്കിൽ അത് കഴ്സറാണ് കേട്ടോ. ബ്ലിങ്കിങ് സിമ്പിൾ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ നെക്സ്റ്റ് പൊസിഷൻ ഓഫ് ദ ക്യാരക്ടർ. ബ്ലിങ്കിങ് സിമ്പിൾ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ നെക്സ്റ്റ് പൊസിഷൻ ഓഫ് ദ ക്യാരക്ടർ ഈസ് കോൾഡ് കഴ്സർ. എന്താണ് കഴ്സർ?